ചീരയിൽ ഇത് നോക്കിയേ, വെള്ള പാണ്ടുകളൊന്നുമില്ല. അതിന് ഞാൻ പാൽക്കായവും പിന്നെ മഞ്ഞപ്പൊടിയും കൂടെ കലക്കിയിട്ട് അതാണ് തളിക്കുന്നത്. പക്ഷെ ഒറ്റ എണ്ണത്തിന് പോലും നമുക്ക് വെള്ളപ്പാട് വന്നിട്ടില്ല. അതായത് ഇലപ്പുള്ളി രോഗം. അതെ, ഇലപ്പുള്ളി രോഗമായിട്ട് വന്നിട്ടില്ല. പാൽക്കായവും മഞ്ഞപ്പൊടിയും കൂടെ കലക്കിയിട്ട് നമ്മൾ അടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എങ്ങനെയാ? അത് ഒരു 10 ഗ്രാം എടുത്തിട്ട് 1 ലിറ്ററിൽ അത് ഇച്ചിരി കൂട്ടി അടിക്കുന്നതാണ്. അത് കുറച്ച് അടിച്ച് നോക്കാം. 10 ഗ്രാം അത് 5 ഗ്രാം മഞ്ഞപ്പൊടിയാണെങ്കിലും മതി. എന്നിട്ട് 10 ഗ്രാം പാൽക്കായവും 5 ഗ്രാം മഞ്ഞപ്പൊടിയും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ലിറ്റർ വെള്ളം ആയിക്കോ. ഞാൻ 1 ലിറ്റർ വെള്ളത്തിനകത്ത് അടിച്ചിട്ട് കൂട്ടി അടിക്കുക. പക്ഷെ അത് നല്ല സക്സസ് ആണ് കേട്ടോ. ഒറ്റ പാടില്ലാതെ നമുക്ക് തന്നെ കിട്ടും. കാര്യം എൻ്റെ ചിരിക്കുന്ന ഒരു പാടും ഇതുവരെ വന്നില്ല. സക്സസ് ആണ്. സക്സസ് ആണ്, എനിക്ക് സക്സസ് ആണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അങ്ങനെ വേറെ ഞാൻ നല്ല മഞ്ഞൾ മേടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾ പൊടിയാണേ. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ മഞ്ഞളാണോ അതോ മഞ്ഞയാണോ എന്നറിയില്ലല്ലോ. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് പാൽക്കായ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത്.